2002 ബൈബിൾ ലിറ്ററേച്ചർ ഫോറം ആരംഭിച്ചത്. എന്നാൽ 23-ലും 24-ലും വാർഷിക മീറ്റിംഗ് നടത്താൻ സാധിച്ചില്ല. 2022 ശേഷം ഇപ്പോഴാണ് നടക്കുന്നത്. സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ബ്രദറൻ സാഹിത്യരംഗത്തുള്ളവരുടെ ഒരു കൂട്ടായ്മയാണിത്. ഇന്ന് ഇത്രയും പേർക്ക് കടന്നു വരാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, അജണ്ടയുണ്ട്. ഇതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി എടിമറ്റൂരാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗ് ക്രമീകരിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ അദ്ദേഹം വിളിക്കുന്നതായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരു അവസരം തന്നു. അതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടി തുടങ്ങുന്നതിനായിട്ട് ആദ്യം 2 സഹോദരന്മാരെ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് അലക്സാണ്ടർ ഡാനിയൽ, അതിനുശേഷം സാമുവൽ തോമസ് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കന്നുള്ള കർത്താവേ, നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യായ സമയത്ത് നിന്റെ സന്നിധിയിൽ കടന്നു വരാൻ പോകുന്ന സാവാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ആരാധിപ്പാനും അതിനുശേഷമായിട്ട് ഞങ്ങൾക്ക് ഈ ചർച്ചിലേക്ക് കൊണ്ടുവരുവാൻ തന്ന സാവാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യാത്രയിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കേട്ട പോലെ അനേക വർഷങ്ങൾ 23 വർഷം കൊണ്ട് പ്രവർത്തനം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അതിനുവേണ്ടി ചുമതല കൊടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർ കൂടുതലായിട്ട് ആ കാര്യങ്ങളെ കൂടുതലോട് കരുതലോട് ചെയ്യുവാനുള്ള കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ കടന്നു വരുവാൻ തന്ന സാവാസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രോഗ്രാമിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കും സന്തോഷത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വരും, ഞങ്ങളെ ചേർത്തുകൊള്ളൂ. ആ വലിയ സന്തോഷം ഞങ്ങൾക്കുള്ളിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ ഉദ്ദേശം ഞങ്ങൾ അറിയുന്നു. കർത്താവ്, അനേകരോട് ഈ സുവിശേഷം പല രീതിയിൽ എത്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോ നിലകളും തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കൃപയെ ഞങ്ങളെ പൊതിയണമേ. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാണമേ. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന സുവിധം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ആഴ്ചവെടുത്തിൻ്റെ 1-ാം ദിവസത്തിനായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ അടിയങ്ങൾക്ക് നിന്നെ ആരാധിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിയതിനായി സ്തോത്രം. ദൈവം ഞങ്ങളോട് ചെയ്ത കരുണ, കൃപ, സ്നേഹം അതൊക്കെയും ഓർക്കുവാൻ ഒരു പ്രാവശ്യം കൂടി, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ഇടയാക്കി. കർത്താവെ, ഞങ്ങളത് ഓർക്കുമ്പോൾ ഈ ഭൂമണ്ഡലത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ, ഞങ്ങളെ സൃഷ്ടിച്ചവനായ വലിയവനായ ദൈവം ഈ ഭൂമിയിലേക്ക് ഏഴകളായ അടിയങ്ങളെ തേടി ഞങ്ങൾക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ മരിച്ചു. ഞങ്ങളെ നിൻ്റെ മക്കളാക്കി തീർത്തു. ആ ദയക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളുള്ള പദവിയിൽ അടിയങ്ങൾ ഈ സന്ധ്യാസമയം ഈ ഹാളിൽ കർത്താവെ ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ 23-ാം വാർഷികത്തോടനുബന്ധത്തിൽ ഞങ്ങൾ കടന്നു വരുവാനും നിന്റെ സന്നിധിയിലായിരിക്കാനും ഞങ്ങളെ അനുവദിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ 23 വർഷക്കാലം കർത്താവെ ഈ ലിറ്ററേച്ചർ ഫോറം ഇങ്ങനെ കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കിയതിനായി സ്തോത്രം. അനേകർ കർത്താവെ അവരുടെ സാഹിത്യകൃതികൾ ഇവിടെ അവതരിപ്പിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒക്കെയും ഞങ്ങളെ അനുവദിച്ചു. അതിനായി സ്തോത്രം ചെയ്യുക കർത്താവെ. നിന്റെ എല്ലാ കൃപകൾക്കായി സ്തോത്രം.
ഇന്ന് ഇവിടെ നടക്കുന്ന മീറ്റിങ്ങിനെ നീ പൂർവാധികം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾ ഇവിടെ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നമ്മൾക്കായി സ്തോത്രം മാനമോഹത്തോടത്തേക്ക് തരുന്നു. പ്രിയപുത്രൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ക്രിസ്തീയ ദർശനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, ഇംഗ്ലീഷ് കോപ്പി ഞാൻ മിസ്റ്റർ പി ടി ഫിലിപ്പ് ചാന് കൊടുത്തുകൊണ്ട് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളോട് വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലിറ്ററേച്ചർ ഫോറം അല്ലെങ്കിൽ സാഹിത്യം വളരെ പ്രാധാന്യമേൽക്കുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് ലിറ്ററേച്ചർ? Literature is for understanding ourselves, society and history, fostering empathy and developing critical thinking skill. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ബൈബിൾ സാഹിത്യം മാത്രമല്ല, സെക്യുലർ സാഹിത്യത്തിലും ഈ കാര്യങ്ങളെല്ലാം ലിറ്ററേച്ചർ എന്ന ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഹെഡിൽ വരുന്ന കാര്യമാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയാൽ understanding ourselves and the world, expanding knowledge and understanding, developing critical thinking, ഇതെല്ലാം ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്ന വലിയ വാസ്റ്റായിട്ടുള്ള ഈ കാര്യത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയാനായിട്ട് ഇടയാകും. ക്രിസ്ത്യാനിയുടെയും യഹൂദന്റെയും വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെയും യഹൂദന്റെയും ദൈവവചനമാണ് ബൈബിൾ. നാം തിമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്നത് എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു രേഖയാണ് ബൈബിൾ എന്ന് പറയും. നാം ഇവിടെ കേട്ടതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ. 469 ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥം 500 കോടിയിലേറെ കൃതികൾ. ബൈബിളിനെ ഒരു ഇതിഹാസ തുല്യമായ സാഹിത്യമായി സമീപിക്കുന്ന ആളുകളുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ എത്ര വലിയ അക്ഷരമായി എൻ്റെ സ്വന്തം കൈകൊണ്ട് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വലിയ കൽപ്പന ലോകത്തിന്റെ ചരിത്രത്തിൽ അന്ന് വരെ ഉണ്ടായ സർവ മീമാംസകളും മാറ്റിയ ഒരു കൽപ്പനയാണ്. നാം എങ്ങനെയാണ് വായിക്കുന്നത്? എഴുതുക എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കിട്ടും. ഒരു വലിയ എഴുത്തെഴുതി. ആ എഴുത്ത് ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അന്ന് വരെ അങ്ങനെ ഒരു സങ്കല്പമില്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എഴുതാൻ പറഞ്ഞു. യോഹന്നാൻ എഴുതി. ആ എഴുതിയപ്പോൾ അത് ലോക ചരിത്രത്തിലെ വലിയൊരു അധ്യായമായിട്ട് മാറാനായിട്ട് ഇടയായി. ഞാൻ ധാരാളം കാര്യങ്ങൾ എനിക്ക് അതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് പകലിൽ ഇന്ന് രാത്രി ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവച്ച് വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 8 മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഇനി ചില മിനിറ്റിൽ മാത്രമേ ഉള്ളൂ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനം
3-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. പൗലോസ് പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു കടപ്പാട് മാത്രമല്ല, അതൊരായുധമാണ്. അവിടെ പറയുന്ന കാര്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. സഭയുടെ മുഖമുദ്രയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രയർ ഈസ് ദ മാർക്ക് ഓഫ് എ ചർച്ച്. ഒരു സഭ വളരുന്നു, ഒരു സഭ ചലിക്കുന്നു. ആ ചലനത്തിന്റെ പിന്നിൽ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ മെഷർമെന്റ് ആണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അളവുകോലാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ശിഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്. അത് മാത്രമല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മാർക്ക് ഓഫ് എ സെയിന്റ്, ഒരു രക്തസാക്ഷിയുടെ അടയാളമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പൗലോസ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പൗലോസ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് സ്വർഗരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആണ് പറയുന്നത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും നമുക്ക് കാണാനായിട്ട് കഴിയും. നിന്റെ രാജ്യം വരണം, നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ആകണം എന്ന് കർത്താവ് പ്രാർത്ഥനയ്ക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനമാണ്. നമുക്കറിയാം, പ്രേ, ഗോ ആൻഡ് ഗീവ്. അതാണ് ആത്മീയതയുടെ അടിസ്ഥാനം. പ്രാർത്ഥിക്കുക, പോവുക, കൊടുക്കുക. അത് നമുക്ക് കാണാനായിട്ട് കഴിയും. നാം വായിച്ച ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. വേഗത്തിൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ദൈവരാജ്യത്തെക്കുറിച്ചും ആരാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പൗലോസോട് പറയുന്നുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഭാരമുള്ള വിശ്വാസി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം അവിടെ പൗലോസ് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധം, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് ഇടയാകണം. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണം എന്ന് പൗലോസ് പറയുന്നത്? അവിടെ നാം വായിക്കുന്നുണ്ട്. അതിന് 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതിന് ഒരു കാരണം, പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നതിന് ഒരു കാരണം, സുവിശേഷം പറയാൻ ആവശ്യപ്പെടുന്നതിന് ഒരു കാരണം, എല്ലാവർക്കും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത അനേക ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർക്ക് വിശ്വാസം വരാനായിട്ട് നാം പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കാനായിട്ടുള്ള നാം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വിശ്വാസം വരുന്നതിന് വേണ്ടി നാം ചില കാര്യങ്ങൾ ചെയ്യുന്നു. ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് portraying the gospel, സുവിശേഷം പ്രസംഗിക്കുക. അതിന് ഏറ്റവും നല്ലൊരു മാധ്യമമാണ് നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. എഴുതുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എല്ലാവർക്കും എഴുതാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. എഴുതാൻ ആരംഭിച്ചാൽ ദൈവം അതിന് കൃപ തരും. ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ പച്ചയായി വലിയ സാഹിത്യത്തിന്റെ തൊങ്ങലുകളില്ലാതെ നാം എഴുതാൻ കഴിഞ്ഞാൽ അത് അനേക ഹൃദയങ്ങളിൽ ചലനമുണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ എല്ലാവർക്കും വിശ്വാസം ലഭിക്കാനായിട്ട് ഇടയാകുകയുള്ളൂ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവവചനം വേഗം പരക്കണം.
അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന എല്ലാവർക്കും വിശ്വാസമില്ല. കർത്താവേ, ദൈവജനം വേഗത്തിൽ പരക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കറിയാം 147 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ അവസാന ഭാഗം, അവന്റെ വചനം അതിവേഗത്തിൽ ഓടുന്നു. സങ്കീർത്തനക്കാരൻ അത് പറയുമ്പോൾ അതിവേഗത്തിൽ ഓടാൻ കഴിയണമെങ്കിൽ അതിന്റെ പിമ്പിൽ പ്രാർത്ഥന ആവശ്യമാണ്. അതാണ് സുവിശേഷം വ്യാപരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അതിവേഗം പരക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. പരദൂഷണമാണെങ്കിൽ വേഗം പരക്കും. ദൈവവചനം വേഗത്തിൽ പരക്കണമെങ്കിൽ അതിന്റെ പിമ്പിൽ പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോട് പറയാനായിട്ട് ഇടയാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ ഈ ലിറ്ററേച്ചറിന്റെ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. 8 മണിയായി. ദുരുപദേശത്തിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു സുവിശേഷത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ യഥാർത്ഥമായിട്ടുള്ള സുവിശേഷം ആളുകളിൽ എത്തിക്കാൻ നാം ശ്രമിക്കുമ്പോഴാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ മീൻസിന്, ആ മാധ്യമത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പ്രിയ കുഞ്ചാനോട് സംസാരിച്ചപ്പോൾ കുഞ്ചാനോട് പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിൽ വളരെ ചിന്തനീയമായ ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് പ്രസിദ്ധീകരണം നടത്തിയാലും നമ്മുടെ ആളുകൾ ആദ്യം എടുത്ത് നോക്കുന്നത് കുഞ്ഞമ്മാവനും അമ്മച്ചിയും പിന്നെ മൂത്തച്ചായനും കുഞ്ഞമ്മായും ഒക്കെയുള്ള ആ കോളങ്ങളാണ്. നമുക്ക് അത്തരം കാര്യങ്ങളാണ് ഇഷ്ടം. എന്നാൽ നാം വേദപുസ്തകത്തിൽ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം ഒരു മാധ്യമത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒരു എഴുത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒരു പാട്ടിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒരു സാഹിത്യ സൃഷ്ടിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദുരുപദേശത്തിൽ നിന്ന് യഥാർത്ഥമായിട്ടുള്ള സുവിശേഷം മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു മാധ്യമമായി അത് തീരണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, നാം പാട്ടുകൾ എഴുതുമ്പോൾ, നാം ലേഖനങ്ങൾ എഴുതുമ്പോൾ, നാം സാഹിത്യ കൃതികൾ രചിക്കുമ്പോൾ എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ കൃതി രാജാവിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള ചിന്ത നമ്മളെ പിടിക്കുമ്പോൾ ദുരുപദേശത്തിൽ നിന്ന് ആളുകളെ സതുപദേശത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു മാധ്യമമായി നമ്മുടെ മാധ്യമം തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും. ദൈവം വിശ്വസ്തനാണ്. ധാരാളം കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനോട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്തുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഗദസമനയിലെ പ്രാർത്ഥന പോലെയായിരിക്കും. എന്താണ് ഗദസമനയിലെ പ്രാർത്ഥന? ഹൃദയവേദനയോടെ, ഉള്ളം തകരുമ്പോൾ കലങ്ങുന്ന കണ്ണുകളുമായി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് നാം നെഹെമ്യാവിന്റെ ചരിത്രം ഓർക്കുമ്പോൾ രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളുടെ മധ്യത്തിൽ യെരൂശലേമിന്റെ തകർച്ചയെക്കുറിച്ച് അവൻ ഓർത്തപ്പോൾ അവൻ കരഞ്ഞു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് മാത്രമായിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കൊരുപക്ഷെ നമുക്കാരും ഇല്ല എന്നൊരു സാഹചര്യം വരാം. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ സ്നേഹിതന്മാർ അവിശ്വസ്തരായിട്ട് തീരാനായിട്ട് സാധ്യതയുണ്ട്. സ്നേഹിതന്മാർ നമ്മളെ വിട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. ദാവീദിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അഹീത്തോബേൽ ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. ഒരു ഘട്ടം വന്നപ്പോൾ ദാവീദിനെ അഹീത്തോബേൽ ഉപേക്ഷിച്ചു. അതോടുകൂടി അബ്ശാലോമിന് കൂടെ പോകും. നമ്മുടെ കുടുംബക്കാർ ഒരുപക്ഷെ നമ്മെ ത്യജിച്ചു എന്ന് വരാം. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 20-21 വാക്യത്തിൽ കുരുടൻ സുഖം പ്രാപിച്ചപ്പോൾ അവന്റെ വീട്ടുകാർ അവനെ തള്ളിപ്പറഞ്ഞു, അവന്റെ കൂടെ നിന്നില്ല. ഇതൊക്കെ സംഭവിക്കാം.
നമ്മുടെ പ്രവർത്തനങ്ങളിൽ, സാഹിത്യ പ്രവർത്തനങ്ങളിലും നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒക്കെ ഇതൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരു കാലത്തും താൻ ആരംഭിച്ച പ്രവർത്തനം, ദൈവത്താൽ ആരംഭിക്കപ്പെട്ട ഒരു പ്രവർത്തനവും തകർന്നു പോകാനായിട്ട്, നിശ്ചലമായി പോകാനായിട്ട് അവനെ അനുവദിക്കത്തില്ല. അവൻ നമ്മെ മുന്നോട്ട് നടത്തും. ആ ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഹ്യൂസ്റ്റണിൽ ബൈബിൾ ലിറ്ററേച്ചർ ഫോറം അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് കണ്ട് സന്തോഷിപ്പാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാനായിട്ട് ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രിയ PT കുര്യൻ പാടിയ ആ പാട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് ചേർന്ന് പാടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1148 പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ്. അറിയാവുന്നവർ ചേർന്ന് പാടുക. ശ്രീയേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ശ്രീയേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ലോകവാരിധിയിൽ ഉയരും പുളകൾ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ജീവന്റെ തോണി കുടുങ്ങും വളകൾ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ജീവന്റെ തോണി കുടുങ്ങും വളകൾ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. അലറുന്ന ആടിയിൽ അടിയില്ലാത്തോണിയിൽ ചുക്കാൻ പിടിക്കുന്നു അഖിലാണ്ടനാഥൻ. അലറുന്ന ആടിയിൽ അടിയില്ലാത്തോണിയിൽ ചുക്കാൻ പിടിക്കുന്നു അഖിലാണ്ടനാഥൻ. കടലിനെ നിർമ്മിച്ചോ തോണിയെ നയിക്കുമ്പോൾ അലറുന്ന കടലിൽ അലയൽപ്പമില്ല. കടലിനെ നിർമ്മിച്ചോ തോണിയെ നയിക്കുമ്പോൾ അലറുന്ന കടലിൽ അലയൽപ്പമില്ല. ശ്രീയേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ശ്രീയേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ലോകവാരിധിയിൽ ഉയരും പൊളലകൾ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ജീവന്റെ തോണി തകരും പൊളലകൾ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ജീവന്റെ തോണി കൊടുങ്ങും പൊളലകൾ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ചെറുവഞ്ചിക്കാരെ കരുതൻ ചാരത്ത് തകരുന്ന ജീവനിൽ തരുമാവൻ വിടുതൽ. ചെറുവഞ്ചിക്കാരെ വരു ക്രിസ്തൻ ചാരത്ത് തകരുന്ന ജീവനിൽ തരുമാവൻ വിടുതൽ. യേശു തൻരാജൻ അവനുള്ള ജീവനിൽ അനന്തമാം സന്തോഷം അതു തുല്യമില്ല. യേശു തൻരാജൻ അവനുള്ള ജീവനിൽ അനന്തമാം സന്തോഷം അതു തുല്യമില്ല. ശ്രീയേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ശ്രീയേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. ഒളലകൾ, നിൻ കൃപ ഞങ്ങൾക്കു മതിയാം. താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഒക്കെ വളരെ ഗൗരവത്തോടാണ് ഇരിക്കുന്നത്. ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഇരുന്നാട്ട് ഇവിടെ നിന്ന് പാടണമെങ്കിൽ നിങ്ങളെയൊക്കെ മുഖം പ്രസാദമുള്ള മുഖം കാണാം, അല്ലെങ്കിൽ ഭയന്ന് പോകും പാട്ടിടയ്ക്ക്. ഈ വന്നിരിക്കുന്ന ചെറുപ്പക്കാർ വിചാരിക്കും ഈ ബൈബിൾ ലിറ്ററേച്ചർ ഫോറം എന്ന് പറഞ്ഞാൽ കുറേ തല നരച്ച കിളവന്മാർ ഏതാണ്ട് ഒരു പരിപാടിയാണെന്ന്. ഞങ്ങൾ ചെറുപ്പമായിരുന്നു 23 വർഷം മുമ്പേ
എന്നെയോ കണ്ടാൽ വളരെ യോഗ്യനായിരുന്നു, ഇപ്പം ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു സാവകാശം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിളിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പ്രിയ സഹോദരൻ PT ഫിലിപ്പ് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം ആദ്യമേ പറഞ്ഞു. പിന്നെ 2 കാര്യങ്ങൾ പറയാമല്ലോ, ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അത് ഡോക്ടർ സണ്ണി എഴുന്നേറ്റൂർ സണ്ണിച്ച് അത് പറയുക. അതുകൊണ്ട് ഇനി ആ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ കൃത്യത്തിലേക്ക് കിടക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നാൽ ലോക സാഹിത്യങ്ങളിൽ, സാഹിത്യ പ്രസിദ്ധീകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിട്ടുള്ള ഒരു സാഹിത്യ രത്നമാണ് വിശുദ്ധ വേദപുസ്തകം, ബൈബിൾ. ഏതാണ്ട് 5 ബില്യൺ കോപ്പികൾ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണിത്. അപ്പം ഇതിൻ്റെ മേന്മ, ഇതിൻ്റെ സാഹിത്യം, ഇതിലെ സാഹിത്യത്തിൻ്റെ ആ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. ഇതിൽ വർണ്ണനയുണ്ട്, കവിതകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, പിന്നെ ബുദ്ധി, ശക്തി, ജ്ഞാനം ലഭിക്കുന്നതിനുള്ള ഉപദേശങ്ങളുണ്ട്. അങ്ങനെയുള്ള സകല വിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മനുഷ്യനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇത് ഉതകുന്നുണ്ട്. അതാണ് മനുഷ്യരെ കൂടുതലായിട്ട് ഇതിനെ സ്നേഹിക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് മഹാകവി സൈമൺ സാർ പാടിയ ഒരു ലൈൻ ഞാൻ പാടുകയാണ്. അജ്ഞനു ജ്ഞാനം അന്ധനു നയനം, അജ്ഞനു ജ്ഞാനം അന്ധനു നയനം, നൽകിയിടും ഈശ്വരവചനം, പുൽകിടുന്നു വിജ്ഞരീതിനെ, നൽകിയിടും ഈശ്വരവചനം, പുൽകിടുന്നു വിജ്ഞരീതിനെ. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകം ലഭിക്കുവാനും നമ്മുടെ ഭാഷയിൽ ലഭിക്കുവാനും അത് വായിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ആ വചനത്തിനനുസരിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും ദൈവവചനങ്ങളായി തീരുവാനും നമുക്കൊക്കെയും സാധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ എല്ലാ മാസത്തിൻ്റെ 1-ാമത്തെ സൺഡേയിൽ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഞങ്ങളുടെ ചർച്ചിൽ സഭയിൽ സൺഡേ സ്കൂൾ ക്ലാസ്സുകളെല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും. മിക്കവാറും അന്ന് ആരെങ്കിലും ഒരു പുതിയ സുവിശേഷൻ വന്ന് ക്ലാസ് എടുക്കുകയായിരിക്കും, ഒരു പുതിയ പാട്ട് എന്തെങ്കിലും പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പാട്ട് പഠിച്ചു കഴിഞ്ഞ് എൻ്റെ കസിൻസ് ഞങ്ങൾ 4 പേർ ഒന്നിച്ചുണ്ട്. ആ 4 പേരിൽ പ്രായം എനിക്കാണ്, കാണുമ്പോൾ സുമുഖൻ ഞാനായിരുന്നു. അപ്പോഴേ ഇറങ്ങുമ്പോൾ ആ പാട്ടിൻ്റെ രീതിയിൽ 4 വരിയിൽ ഉണ്ടാക്കി ഞാൻ പാടുമായിരുന്നു. അത് എൻ്റെ ഒരു കസിനിൽ കഴിഞ്ഞിട്ട് വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് നീ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പോയില്ല, പാടിക്കാൻ പോയി. പിന്നെ കവിതകളൊക്കെ എഴുതുമായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെൽ മെമ്പറായിരുന്ന ഒരു ശമുൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പേരൊക്കെ മാറ്റി സഖാവ് വൈക്കം ശബിൽ യാഹു എന്നൊക്കെ ആക്കി. വലിയ എഴുത്തുകാരനാണ്. താടിയൊക്കെ വളർത്തി കണ്ണാടിയൊക്കെ ഇങ്ങനെ വെച്ച് തയ്യൽ ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം ഈ എഴുത്തൊക്കെ കാണുമ്പോൾ എന്നോട് എൻ്റെ പിതാവ് പറയും, നീ ആ വൈക്കം ശബലിനെ പോലാവല്ലേ, നീ വലിയ 4 ലക്ഷം പഠിക്കണം എന്ന് പറയും. പക്ഷെ എൻ്റെ മാതാവ് പറയും, നീ പാട്ട് എഴുതാന്നെ പാടണം. പിന്നെ സഭകളിലൊക്കെ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പാട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ പാടാതെ പോകരുത്. പിന്നെ അമ്മച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ എയർഫോഴ്സിൽ നിന്ന് വന്നപ്പോഴാണ് പറയുന്നത്, എയർഫോഴ്സിൽ അവധിക്ക് വരുമ്പോൾ പറഞ്ഞു, നീ ഇവിടെ വരുമ്പം കേരളത്തിൽ വരുമ്പം മലയാളത്തിൽ മാത്രമേ വചന ശുശ്രൂഷ ചെയ്യാവൂ എന്ന് പറയുന്നത് മലയാളത്തിൽ. ഇംഗ്ലീഷ് നിനക്കറിയാമെന്നുള്ളത് ഇവരെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഞാൻ ഇന്ന് വരെയും നാട്ടിൽ പോയാൽ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടില്ല സഭകളിൽ. അങ്ങനെ പല പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് സന്ദർഭങ്ങളനുസരിച്ച്. 1980 ഞങ്ങൾ അമേരിക്കയിൽ വരുന്നത്. ആ 82 അവസാനമായപ്പം ചെയ്ത ജോലി അന്ന് ലേഫായിരുന്നു. അപ്പോൾ പോയ വഴിക്ക് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു പാട്ട്, ഒരു ലൈൻ, എനിക്ക് യേശു മതിയെന്നും ആശ്രയമായി ഇപ്പാരും, എനിക്ക് യേശു മതിയെന്നും. അത് എഴുതി, അത് ഞാൻ പാടുന്നില്ല. പിന്നെ 83 അലീഷ്യ
വന്നു. ആദ്യമായിട്ടുള്ള കാറ്റ് അമേരിക്കയിൽ വന്നു. കാറ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളൂ. കാറ്റ് വന്നു, ഭയങ്കരമായിട്ടാണ് വീടിൻ്റെ മേൽ കെട്ടിയിരുന്ന ടി വിയുടെ ആൻറ്റനയൊക്കെ പറഞ്ഞ് താഴെ പോയ കാറ്റിൻ്റെ ഭയങ്കര എരപ്പാണ്. അപ്പം മുറിയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഞാനും കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒന്നിച്ചിരി ഇരിക്കുകയാണ്. അപ്പോഴെൻ്റെ മനസ്സിൽ വന്ന് ഞാൻ എഴുതിയിട്ടാണ്, ശക്തമായി വീശും കാറ്റതിൻ്റെ വ്യക്തമാം സ്വരം ഞാൻ കേട്ടിരുന്നു, ശക്തനാം നിന്റെ ചെറുകടിയിൽ മുക്തി ഞാൻ തേടുന്നു വിശ്രമവും എന്ന് എഴുതിയാണ്. ആ പാട്ടും ഇങ്ങനെ പോയി. പിന്നെ അനേക പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഓരോ സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ ഡോക്ടർ ബില്ലിഗ്രാമിനെ ബാർബറ വാൾട്ടേഴ്സ് ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ എന്നെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ബാർബറ ചോദിച്ചു, എനിക്കൊരു ചോദ്യം നിന്നോട് ചോദിക്കാനുണ്ട്, ചോദിക്കട്ടെ ഉണ്ടെന്ന് പറഞ്ഞു. നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നിന്നോട് പറയുകയാണ്, നിനക്കെന്തോ എന്നോട് ചോദിക്കാനുള്ളത്, നിനക്കൊരു ചോദ്യം എന്നോട് ചോദിക്കാം. അപ്പം ബില്ലിഗ്രാം പറഞ്ഞു, വൈ മീ, എന്തിന് എന്നെ? അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ എഴുതിയ പാട്ടാണ്, എന്തിനെന്നെ യേശു സ്വർഗം വെടിഞ്ഞ് എന്നെ തേടി ധരയിൽ വന്നു, എന്ത് കണ്ടെന്നിൽ എൻ പ്രിയനെ എന്താശ്ചര്യമായി എന്നെ സ്നേഹിപ്പാൻ. ഈ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും എല്ലാ കവിതകളുടെയും ഈ രണ്ടാമത്തെ അക്ഷരം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ആ പ്രാസം അത് നാച്ചുറലായിട്ട് ഞാൻ മനസ്സിലാക്കണം. അപ്പം എഴുതുമ്പോഴേ ആ പ്രാസം ഒപ്പിച്ച് എഴുതണം. അതിൽ പ്രിയ സഹോദരൻ ഡോക്ടർ വൈരമൺ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് പാട്ടുകൾ പറഞ്ഞപ്പോൾ വെച്ചാൽ അതിങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ ആ നിലയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളിൽ എഴുതിയ 2 പാട്ടുണ്ട്. ഇത് 2 പാട്ട് ഞാൻ പാടണം തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്ന്, ചെറുപ്പം മുതൽ ജീവിതത്തിൽ 19 വയസ്സ് ഞാൻ ജോലി അന്വേഷിച്ചു, ജോലി നേടിയ എയർഫോഴ്സിൽ ചേർന്നവനാണ്. 19 കഴിഞ്ഞിട്ട് ഇത്രയും വർഷം ജോലി ചെയ്ത് കാര്യങ്ങൾ കഴിഞ്ഞ് റിട്ടയർമെൻ്റായി. ഞാനന്ന് ഇവാലുവേറ്റ് നോക്കിയപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ആശയത്തിൽ ഞാൻ എഴുതിയ പാട്ടാണ് ആദ്യം പാടാൻ പോകുന്നത്. സ്വന്തമായൊന്നും ഇല്ലെനിക്ക് ഈ പാരിൽ, സ്വന്തമായൊന്നും ഇല്ലെനിക്ക് ഈ പാരിൽ, സന്തതം ദൈവം നൽകും നന്മകൾ മാത്രം. സ്വന്തമായൊന്നും ഇല്ലെനിക്ക് ഈ പാരിൽ, സന്തതം ദൈവം നൽകും നന്മകൾ മാത്രം. എന്തിനും ഏതിനും നിൻപാദ പീഡെ ഞാൻ കാന്തനെ വന്നിടും താഴ്മയോടെ. എന്തിനും ഏതിനും നിൻപാദ പീഡെ ഞാൻ കാന്തനെ വന്നിടും താഴ്മയോടെ. ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല ഞാൻ, ലോകെ നിന്നൊന്നും കൊണ്ടുപോകില്ല ഞാൻ. ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല ഞാൻ, ലോകെ നിന്നൊന്നും കൊണ്ടുപോകില്ല ഞാൻ. ലോകെ എനിക്കുള്ളതെല്ലാം നീ തന്നതല്ലോ, ശോകമില്ലൊട്ടുമേ വിട്ടുപോയിടുവാൻ. ലോകെ എനിക്കുള്ളതെല്ലാം നീ തന്നതല്ലോ, ശോകമില്ലൊട്ടുമേ വിട്ടുപോയിടുവാൻ. സ്വന്തമായൊന്നും ഇല്ലെനിക്ക് ഈ പാരിൽ, സന്തതം ദൈവം നൽകും നന്മകൾ മാത്രം. പുത്രനിലൂടെ ശത്രുവാമെന്നെ ദൈവം എത്രമേൽ നിരപ്പിച്ചു തന്നോടൊപ്പം. പുത്രനിലൂടെ ശത്രുവാമെന്നെ ദൈവം എത്രമേൽ നിരപ്പിച്ചു തന്നോടൊപ്പം. ശത്രുത്വമാകവേ നീക്കി കാൽവരിയിൽ, പുത്രസ്വീകാര്യം ദാനമേകി. ശത്രുത്വമാകവേ നീക്കി കാൽവരിയിൽ, പുത്രസ്വീകാര്യം ദാനമേകി. സ്വന്തമായൊന്നും ഇല്ലെനിക്ക് ഈ പാരിൽ, സന്തതം ദൈവം നൽകും നന്മകൾ മാത്രം. സ്വന്തമായ എനിക്ക് യേശു മതീതൻ, സന്താനമല്ലോ ഞാൻ വിശ്വാസത്താൽ. സാന്ത്വനമേകുന്തൻ സന്നിധി തന്നിൽ
സന്തതം പാടും യേശു എൻ സ്വന്തം സാന്ത്വനമേകുന്തൻ സന്നിധി തന്നിൽ സന്തതം പാടും യേശു എൻ സ്വന്തം സ്വന്തമായൊന്നും ഇല്ലെനിക്ക് പാരിൽ സന്തതം ദൈവം നൽകും നന്മകൾ മാത്രം എന്തിനും ഏതിനും നിൻപാദ പീഠേ ഞാൻ കാന്തനെ വന്നിടും താഴ്മയോടെ. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. നിങ്ങൾക്ക് വളരെ പരിചിതമായ പാട്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നോക്കിയിലാർക്കും മതിവര മന്ദിരം, നോക്കിയിലാർക്കും മതിവര മന്ദിരം, ഭാഗ്യനാഥന്റെ ദിവ്യമാലയം, ഭാഗ്യനാഥന്റെ ദിവ്യമാലയം. പോകനാം അവിടെ ചെന്നള, പോകനാം അവിടെന്നു ചെന്നളവെന്തു മോദമുദിച്ചുമേ, പോകനാം അവിടെന്നു ചൊന്നളവെന്തു മോദമുദിച്ചുമേ. നോക്കിയിലാർക്കും മതിവര മന്ദിരം, ശാലേമേ ഞങ്ങൾ കാലുകൾ നിന്നോടെ, ശാലേമേ ഞങ്ങൾ കാലുകൾ നിന്നോടെ. വാതിലിനകമേ സ്ഥിതി ചെയ്തിടുന്നത് ചിത്രമായി, വാതിലിനകമേ സ്ഥിതി ചെയ്തിടുന്നത് ചിത്രമായി. തമ്മിൽ ചേർത്തിണക്കി പണിതുള്ളൊരു, തമ്മിൽ ചേർത്തിണക്കി പണിതുള്ളൊരു. ഹർമ്യമേ തവ ഭംഗി വാഴ്ത്തുവതേതൊരു തെനു സാധ്യമാ, ഹർമ്യമേ തവ ഭംഗി വാഴ്ത്തുവതേതൊരു തെനു സാധ്യമാ. നോക്കിയിലാർക്കും മതിവര മന്ദിരം, ആശംസിക്കേവം ശാലേമിൻ ശാന്തിയെ, ആശംസിക്കേവം ശാലേമിൻ ശാന്തിയെ. സ്വൈര്യമായി നിവസിക്ക നിന്നോടു കൂടരുന്നവരേവരും, സ്വൈര്യമായി നിവസിക്ക നിന്നോടു കൂടരുന്നവരേവരും. നിന്നരമനകത്തളമെന്നിവ, നിന്നരമനകത്തളമെന്നിവ. നിർണയം സുഖശാന്തി കൊണ്ടു നിറഞ്ഞിരിക്കണമെന്നുമേ, നിർണയം സുഖശാന്തി കൊണ്ടു നിറഞ്ഞിരിക്കണമെന്നുമേ. നോക്കിയിലാർക്കും മതിവര മന്ദിരം, നോക്കിയിലാർക്കും മതിവര മന്ദിരം. ഇസ്രായേലിനു സാക്ഷ്യത്തിനായി തത്ര, ഇസ്രായേലിനു സാക്ഷ്യത്തിനായി തത്ര. സ്തോത്രസേവ നടത്തുവാൻ അഖിലേശഗോത്ര സമുച്ചയം, സ്തോത്രസേവ നടത്തുവാൻ അഖിലേശഗോത്ര സമുച്ചയം. എത്തിയിടുന്ന ദാവീദരാജന്റെ, എത്തിയിടുന്ന ദാവീദരാജന്റെ. ശസ്ത്രമേറിന ധർമ്മപീഠമിരുന്നിടുന്നു വിധിക്കിത,
വിധിക്കില സോക്കിലാർക്കും മതിവരാമനിരം നോക്കിലാർക്കും മതിവരാമനിരം എൻ സഹോദരന്മാരും സഖാക്കളും എൻ സഹോദരന്മാരും സഖാക്കളും നിന്നിലാണ് വസിപ്പതെന്നൊരു കാരണത്തിനു ഞാൻ നിന്നിലാണ് വസിപ്പതെന്നൊരു കാരണത്തിനു ഞാൻ നിന്നിൽ ശാന്തിയുണ്ടാകുന്ന ഘോഷിക്കും നിന്നിൽ ശാന്തിയുണ്ടാകുന്ന ഘോഷിക്കും മന്നവാലയമുള്ളതാൽ തവ നന്മന കരുതിയിടുവേ മന്നവാലയമുള്ളതാ തവ നന്മ ഞാൻ കരുതിയിടുവേ നോക്കിയാർക്കും മതിവര മന്ദിരം നോക്കിയാർക്കും മതിവര മന്ദിരം വന്ദന പിതാവേനു നിരന്തരം വന്ദനം പിതാവേനു നിരന്തരം വന്ദനം നരവർഗരക്ഷകനേശുവിനുമതേവിധം വന്ദനം നരവർഗരക്ഷകനേശുവിനുമതേവിധം വന്ദനം പരിഭാവന രൂപിക്കും വന്ദനം പരിഭാവന രൂപിക്കും വന്ദനം യുഗകാലമ തുടരട്ടെ മാനവരേവരും വന്ദനം യുഗകാലമായി തുടരട്ടെ മാനവരേവരും നോക്കിയിലാർക്കും മതി വരാമന്ദിരം നോക്കിയിലാർക്കും മതി വരാമന്ദിരം ഭാഗ്യനാഥന്റെ ദിവ്യമാലയം ഭാഗ്യനാഥന്റെ ദിവ്യമാലയം പോകനാം അവിടെന്നു ചൊന്നളവെന്തു മോദമുദിച്ചുമേ പോകനാം അവിടെന്നു മോദമുദിച്ചുമേ നോക്കിയിലാർക്കും മതിവര മന്ദിരം സ്വാഗത പ്രസംഗത്തിനായിട്ട് ഞാൻ ഫിലിപ്പിന് നന്ദി പറയുന്നു. അദ്ദേഹം കൃതികൾ എഴുതിയിട്ടില്ല എങ്കിലും കഴിഞ്ഞ ഇത്ര 50 വർഷങ്ങളായിട്ട് എനിക്ക് അടുത്ത് പരിചയമുണ്ട്. ലോക സാഹിത്യത്തിലെ എല്ലാ കൃതികളും വായിച്ച് മനസ്സിലാക്കുകയും അത് ശരിക്കും വിമർശിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ പി ടി ഫിലിപ്പ്. പുസ്തകം എഴുതിയിട്ടല്ലെങ്കിലും ആര് സാഹിത്യം എഴുതിയാലും അത് പുസ്തകങ്ങൾ എഴുതിയാലും അത് ശരിക്ക് ഇവാലുവേഷൻ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതുകൂടെ അല്പം പ്രസ്താവിച്ചതുപോലെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഇവിടെ ആദ്യം പ്രസ്താവിച്ചതുപോലെ 23 വർഷത്തിന് മുമ്പ് ഡോക്ടർ വൈരമണ്ണിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് തുടങ്ങിയത്. ഈ കേരള സാഹിത്യത്തിലെ അഗ്രഗണ്യനായിരുന്ന ഡോക്ടർ വിഷ്ണുനാരായണൻ നമ്പൂതിരി ഒരിക്കൽ ഊഷ്ണി വന്നപ്പോൾ പറഞ്ഞു, നോർത്ത് അമേരിക്കയിലെ മലയാള സാഹിത്യത്തിൻ്റെ കേന്ദ്രം ഭൂഷണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കാര്യം ഇവിടുത്തെ ഒരു കേരള റൈറ്റേഴ്സ് ഫോറം സെക്യുലർ ഫോറമാണ്. അത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ ഡിനോമിനേഷനുള്ള ആൾക്കാരുമുണ്ട്. എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ചെയ്ത ഒരു സംഘടനയാണ്. അത് 30 വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 പ്രാവശ്യം ഞാൻ സെക്രട്ടറി ആയിരുന്നു, 2 പ്രാവശ്യം പ്രസിഡൻ്റായിരുന്നു. ഡോക്ടർ മൈരമണ്ണെ 2 പ്രാവശ്യം സെക്രട്ടറി ആയിരുന്നു, 2 പ്രാവശ്യം പ്രസിഡൻറ്റുമായിരുന്നു. ആ റൈറ്റേഴ്സ് ഫോറത്തിൽ തന്നെ നമ്മുടെ ബ്രഹൻ സഭയിൽപ്പെട്ട ആൾക്കാരായിരുന്നു പ്രധാനമായിട്ട് അതിൽ നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് ഇവിടെ
നമ്മുടെ ബ്രദർ സഭയിലുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഘടനയാണ്. എന്നാൽ ഇത് അമേരിക്കയിൽ, വടക്കേ അമേരിക്കയിലെ ആദ്യത്തെ മലയാളി ബ്രദറുടെ കൂട്ടത്തിൽ ആദ്യത്തെ സംഘടനയാണെന്ന് എനിക്ക് പറയാം. എൻ്റെ അറിവിൽ വേറെ ഉള്ളതായിട്ട് അറിവില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ അനവധി കഴിവുള്ള ആൾക്കാർ, പക്ഷേ കഴിവുണ്ടെങ്കിൽ അത് കഴിവുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് ഒരു സ്റ്റേജ്, അവർക്ക് സ്റ്റേജ് ഇല്ല. എന്നാൽ ഇത് വന്നതുകൊണ്ട്, ഇങ്ങനൊരു സംഘടന വന്നതുകൊണ്ട് അവരുടെ ആ കൃതികളെല്ലാം പ്രസിദ്ധീകരിക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വളരെ ഇതിലിവിടെ ഈ അമേരിക്കയിലുള്ള, നോർത്ത് അമേരിക്കയിലുള്ള ബ്രദറുകാരിൽ എല്ലാവരിലും നമ്മുടെ യൂസിലുള്ള ഈ ബ്രദർ വിശ്വാസികൾ അഗ്രഗണ്യരാണ്. ഇപ്പം ഇതിൽ ഓരോരുത്തരെ നോക്കിയാൽ ഈ പ്രോഗ്രാമുകൾ ജോർജി പാറയിൽ എത്ര, യൂട്യൂബിൽ നോക്കി അറിയാം എത്ര CD ഉണ്ട് ബ്രദറെ? 3 CD അതിൻ്റെ അകത്ത് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ചാക്കോമത്തായി, ബാബുക്കുട്ടി, എത്ര CD ഉണ്ട് ബാബുക്കുട്ടി? 11ാമത്തെ യൂട്യൂബിൽ നോക്കി അറിയാം. അത് 5 വൻകരയിലുള്ള മലയാളികൾക്ക് ആക്സസ് ഉണ്ട്, അവരെല്ലാം കാണുന്നതാണ്. അപ്പോൾ നമുക്ക് സ്വന്തം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർ യേശുക്രിസ്തുവിൻ്റെ കാലം മുതലേ അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ മാത്യു തോമസ്, അവിടെ കുഞ്ഞുഞ്ഞ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൊച്ചു ബേബി ഹൂസ്റ്റൺ എന്ന് പറയുന്ന 100 പരം പാട്ടുകൾ അവിടെ ഹിന്ദിയിൽ, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഇതാണ്. പിന്നെ അനീഷ് തങ്കച്ചൻ, അത് അത്ഭുതകരമാണ്. അനീഷ് തങ്കച്ചൻ എന്ന് പറയുന്നത് രണ്ടാം തലമുറയിലുള്ള ആളാണ്. 65 പരം പാട്ടുകൾ. അനീഷ് തങ്കച്ചൻ യൂട്യൂബിൽ പോയിട്ടാണ് നിങ്ങൾക്കറിയാം. പാട്ടുകാരനാണ്, പാട്ട് എഴുത്തുകാരനാണ്. പിന്നെ ഡോക്ടർ വൈരമണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ നമുക്ക് ഏറ്റവും ആഹ്വാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ അഡ്വക്കേറ്റ് വൈരമൺ. ഈ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ബാത്തിൽ നിന്ന് അറിഞ്ഞു കാണുമല്ലോ, ഈ ഫോർട്ട് ബെൻഡ് കൗണ്ടി പ്രസിഡന്റ് 3 ജസ്റ്റിസായിട്ട് അദ്ദേഹം മത്സരിക്കുകയാണ്. നമ്മൾ ആ ഫോർട്ട് ബെൻഡ് കൗണ്ടിയിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് അവിടെ അറിയാവുന്നവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന് വോട്ട് ജയിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാന പാത്രമാണ് അദ്ദേഹം. അതുകൂടാതെ ഞങ്ങളിവിടെ വേറെ കൗണ്ടിയാണ്. പക്ഷേ നമുക്ക് വേറെ കൗണ്ടി നമുക്ക് ചെയ്യാം. കഴിഞ്ഞ ഒരു ഇലക്ഷൻ നിന്നപ്പം ഞാനും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഒരു തുക അയച്ചു കൊടുത്തു. വേറെ സഹോദരന്മാരും അയച്ചവർ കൂടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടും അദ്ദേഹത്തിന് അയച്ച് അങ്ങനെ സഹായിക്കാം. അതിന് സർവകലാവല്ലഭനായ ഏത് നിലയിൽ നോക്കിയാലും അത്യുന്ന നിലയിൽ നമുക്കിടെ പ്രോജാർക്ക് അഭിമാനകരമായ, മലയാളികൾക്കെല്ലാം തന്നെ അഭിമാനകരമായ ഒരാളാണ് ഡോക്ടർ വൈരമൺ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ സ്വാഗത പ്രസിഡന്റ് PTP പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മിനിസ്ട്രി, എൻ്റെ ഒരു മിനിസ്ട്രിയാണ്. മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക. എനിക്ക് സ്റ്റേജിൽ കയറി എന്നുള്ളതല്ല, മറ്റുള്ളവരെ സ്റ്റേജിൽ കയറ്റി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്, ഫേസ്ബുക്കിൽ ഒരു ലൈക്ക് ഇടാൻ പോലും നമ്മുടെ മലയാളികൾക്ക് പ്രയാസമാണ്. അപ്പോൾ ഈ തർസ ഹബീബ് എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്ത് സഹോദരിയാണ് KV സാമുവൽ സാറിൻ്റെ മുഴുവൻ പാട്ടുകൾ രചിച്ച് ഇപ്പോൾ യൂട്യൂബിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം വരുന്നുണ്ട്. CD ഇറക്കിയിട്ടുണ്ട്. 2014 ഇറക്കിയതാണ്. അവിടെ ഞാൻ കാണുമ്പോൾ ഇറക്കുന്നുണ്ട്. അതേ സഹോദരി എന്നോട് പറഞ്ഞു, ആദ്യം എഴുതുന്നത് ചാക്കോമത്തായിയാണ് എഴുതുന്നത്, അപ്പിന് എഴുതുന്നത്, ലൈക്ക് എഴുതുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് തന്നെ വലിയൊരു എൻകറേജ്മെൻറ്റാണ്. ചിലപ്പോൾ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ഒരു ലൈക്ക് ഇട്ടാൽ മതി. അതുപോലും നമ്മൾ ഒരാളെ മെഴുകുതിരി എടുത്തിയാൽ എൻ്റെ മെഴുകുതിരി അത് ആളിക്കത്താൻ പോകുന്നില്ല. വേറൊരാളുടെ മെഴുകുതിരി കെടുത്താതിരിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. സാമ്പത്തികമായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വാക്കിനാൽ ചെയ്യുക, ഒരു ലൈക്ക് ഇടുക അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടുക, അത് വളരെ എൻകറേജ്മെൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ സാഹിത്യ പ്രവർത്തനം, ക്രിസ്തീയ സാഹിത്യം എന്ന് പറയുന്നത് ബൈബിൾ മുഴുവൻ സാഹിത്യമാണ്. ഇന്നത്തെ ആംഗ്ലേയ സാഹിത്യം മുഴുവൻ ജോൺ മിൽട്ടൻ്റെ ഉൾപ്പെടെ എല്ലാം പഠിക്കുന്നവർക്കറിയാം ബൈബിളിനെ ബേസ് ചെയ്താണ്. അപ്പം ക്രിസ്തീയ സാഹിത്യം എന്ന് പറയുന്നത് ബൈബിൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പാമരനെ അവനെ അക്ഷരം പഠിപ്പിക്കുവാനും ഏത് നീതിനെയും കാട്ടുമനുഷ്യനെ നാട്ടുമനുഷ്യരാക്കുവാനും ഈ വേദവസ്തു ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ നമുക്ക് കഴിവുള്ള ആൾക്കാരെ അത് പ്രൊമോട്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരുവാനും അത് വളരെ തീർച്ചയായിട്ടും ഉതകും. അതുകൊണ്ട് നമ്മുടെ ഈ സംഘടന
ഈ രൂപീകരിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാവർക്കും വളരെ നന്ദി അപേക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. അടുത്തതായിട്ട് പാട്ടിന് കെ.എം. ഡാനിയലിനെ ക്ഷണിക്കുന്നു. സൈമൺ സാറിൻ്റെ അടുത്ത ഭവനത്തിൽ താമസിച്ച് സൈമൺ സാറുമായിട്ട് ആ കുടുംബത്തിന് വളരെ ബന്ധമുണ്ട്. സൈമൺ സാറിൻ്റെ ഉപയോഗ പാട്ടുകൾ അറിയാവുന്ന ആളാണ് കെ.എം. ഡാനിയൽ. നമ്മൾ നേരത്തെയും പാടി ഡാനിയൽ ചാൻ നമ്മളെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്. കെ.എം. ഡാനിയൽ പാട്ടിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ എഴുതിയൊരു പാട്ട് പാടാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ അതിന് മുമ്പായിട്ട് സഹോദരൻ ജോർജ് പീറ്റർ എഴുതിയൊരു പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ തൃശ്ശൂർ വെച്ചുള്ള വൈമീഫിൻ്റെ ജനറൽ ക്യാമ്പിൽ ചെല്ലുമ്പോഴാണ് സഹോദരൻ ജോർജ് പീറ്റർ ആദ്യമായിട്ട് കാണുന്നതും അടുത്ത് പരിചയപ്പെടാനിടയായതും. താൻ എഴുതി പഠിപ്പിച്ച പാട്ടുകൾ എനിക്കതിൽ നിന്നൊരു പ്രചോദനമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാലസംഘത്തിന് ആദ്യമായിട്ട് പോയ സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അത് 1967 എം.ഇ. ചെറിയൻ സാർ എന്നവിടെ ഉണ്ട്. അന്ന് എന്നെ പാട്ടെഴുതാൻ എനിക്കൊരു പ്രചോദനമായി തീർന്നത്, എന്നെക്കാൾ 2 വയസ്സോളം മൂത്തതാണ് സഹോദരൻ ചാൾസ് ജോൺ. അന്ന് ഒരു 4 പാട്ട് എഴുതിയ 2 പേജ് ഇതുപോലത്തെ ഒരു ഇങ്ങനെ മടക്കിയുള്ള 4 പേജ് ക്ലിപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു താൻ എഴുതിയ പാട്ടുകൾ എം.ഇ. ചെറിയൻ സാറിനെ അന്ന് താനത് ഏൽപ്പിച്ചു. അതിലെ ഒരു പാട്ട് സാറിന്റെ സിയോൻ സഞ്ചാരി ഞാൻ എന്നുള്ള ആ പാട്ടിന്റെ അതേ ട്യൂണിൽ എഴുതിയ പാട്ടാണ് ദിവ്യ തേജസ്സിലൻ യേശുവിൻ സന്നിധാനം എന്ന് പറഞ്ഞ പാട്ടാണ്. എനിക്കത് വളരെ ഒരു പ്രചോദനമായി തീർന്നു. കാര്യം എം.ഇ. ചെറിയൻ സാറ് അല്ലെങ്കിൽ ടി.കെ. ശമൽ സാർ എന്നുള്ള ആൾക്കാർ എഴുതി പാടി കേട്ടിട്ടുള്ള ആ നിലയിൽ അറിഞ്ഞിരുന്ന സമയത്ത് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ എന്നെക്കാൾ കേവലം 1-2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ചാൾസ് എഴുതിയ പാട്ട് അവിടെ പാട്ട് പഠിപ്പിക്കുകയുണ്ടായി. അതിനോട് എം.ഇ. ചെറിയൻ സാറിന്റെ കയ്യിൽ താനത് കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ സാറ് ചാൾസിനെ കെട്ടിപ്പിടിച്ച് തന്നെ വളരെയധികം അനുമോദിക്കുന്നത് കണ്ടപ്പോൾ അത് എനിക്കൊരു വലിയൊരു പ്രോത്സാഹനമായി. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട ആ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായത്. അതിനുശേഷം ഞാൻ അധികം താമസിയാതെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പാട്ട് ഞാൻ എഴുതി. കരുണാമയനം കർത്താവ് എന്നുള്ള വെച്ച് ഒരു പാട്ട് ഇടയായി. പക്ഷെ അത് ഇതുവരെയൊന്നും ഞാൻ പുറത്തധികം പാടി കേൾപ്പിച്ചിട്ടില്ല. എന്നാൽ ഞാൻ അടുത്തിടയ്ക്ക് എഴുതി പ്രസിദ്ധീകരിച്ച ഒരു പാട്ട് പാടാൻ അതിന് മുമ്പായിട്ട് സാറിൻ്റെ, അതായത് ജോർജ് പീറ്ററിന്റെ സഹോദരന്റെ പാട്ട് പറഞ്ഞ് പാടാമെന്ന് വിചാരിക്കും. നമ്മുടെ ഈ പാട്ടുപുസ്തകത്തിലെ 309ാമത്തെ പാട്ടാണ് നിൻ സ്നേഹം ഗഹനം എന്നറിവിൻ എന്ന് പറഞ്ഞ ആ പാട്ട്. അറിയാവുന്നവര് അത് ആസ്വദിക്കും ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ എഴുതിയ പാട്ടോട് പാടാമെന്ന് വിചാരിക്കുന്നു. നിൻ സ്നേഹം ഗഹനമെന്നറിവിൽ നാഥാ നിലവിൽ ആഴം നീളം വീതി ഉയരം ആനന്ദമവർണ്ണനീയം നിൻ സ്നേഹം ഗഹനമെന്നറിവിൽ നാഥാ നിലവിൽ ആഴം നീളം വീതി ഉയരം ആനന്ദമവർണ്ണനീയം അമ്പരവാസികൾ കുമ്പിടം രാപ്പകൽ അൻപിൻ നിധിയെ നിൻ പദവി ദ്രോഹി എനിക്കായി ഒഴിഞ്ഞറിഞ്ഞ നീ ഹീനരൂപമണിഞ്ഞോ ദ്രോഹി എനിക്കായി ഒഴിഞ്ഞെറിഞ്ഞു നീ ഹീനരൂപമണിഞ്ഞോ നിൻ സ്നേഹം ഗഹനമെന്നറിവിൽ നാഥാ നിലവിൽ ആഴം നീളം വീതി ഉയരം ആനന്ദമവർണ്ണനീയം ബേഥലേം മുതൽ കാൽവരിയോളവും
വേദനയേറി നീ സഹിച്ചു. ക്രൂശിലെനിക്കായി പ്രാണനും വെടിഞ്ഞു. സ്നേഹിച്ചതീ വിധമോ ക്രൂശിലെനിക്കായി പ്രാണനും വെടിഞ്ഞു. സ്നേഹിച്ചതീ വിധമെന്നോ നിൻ സ്നേഹം ഗഹനമെന്നറിവിൽ നാഥാ നിലവിൽ. ആഴം നീളം വീതി ഉയരും ആനന്ദമവർണ്ണനീയം. നിൻ മഹാസ്നേഹത്തിൻ എന്തുപകാരമായി നൽകിടും ഞാനെന്നാഥനെ. നിൻ മുറിവുകളിൽ ചുംബനം ചെയ്തെന്നും നന്ദി ചൊല്ലി ഞാൻ സ്തുതിക്കും. നിൻ മുറിവുകളിൽ ചുംബനം ചെയ്തെന്നും നന്ദി ചൊല്ലി ഞാൻ സ്തുതിക്കും. നിൻ സ്നേഹം ഗഹനമെന്നറിവിൽ നാഥാ നിലവിൽ. ആഴം നീളം വീതി ഉയരും ആനന്ദമവർണ്ണനീയം. ഞാൻ എഴുതിയ ഒരു പാട്ടും കൂടെ പാടി ഞാനിതൊന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എഴുതിയ പാട്ടിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് മകനെ നീ എവിടെ യേശു വിളിക്കുന്നിതാന്നുള്ള ഒരു ആശയത്തിലാണ് എഴുതി. കാരണം ഇന്ന് അനേക ക്രിസ്തീയ ഭവനങ്ങളിൽ മാതാപിതാക്കളെ വളരെ ദുഃഖിച്ചും ഭാരപ്പെട്ടും കഴിയുകയാണ്. 4-5 തലമുറകൾ വിശ്വാസത്തിൽ കഴിഞ്ഞ കുടുംബങ്ങളിലുള്ള ഒരു തലമുറ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ അനേക കുഞ്ഞുങ്ങളെ വീട്ടിൽ കാണുന്ന നിലയിലല്ല പുറത്ത് കൂട്ടുകെട്ട് കൂടി വളരെ ദൈവസന്നിധിയിൽ നടന്ന് മയക്കുമരുന്നിന്റെയും മറ്റു നിലയിലുള്ള പല സ്വാധീനങ്ങളുടെയും പിന്നാലെ പോയിട്ട് തങ്ങളുടെ ജീവിതം കർത്താവിൽ നടന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തില് അവരെ ഓർത്തും അവരെ മടങ്ങി വിളിച്ചുകൊണ്ട് എഴുതിയ ഒരു ചിന്തയിൽ എഴുതിയ ഒരു പാട്ടാണ്. അത് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടാൻ ആഗ്രഹിക്കുന്നു. മകനേ നീ എവിടെ അലയുന്നുവോ നിന്നെ തേടി മണ്ണിൽ വന്ന യേശു വിളിക്കുന്നിതാ. നിന്നെ തേടി മണ്ണിൽ വന്ന യേശു വിളിക്കുന്നിതാ. മകനേ നീ എവിടെ അലയുന്നുവോ. ഓരോ ദിനവും ഓമനിച്ചു നിൻ മാതാപിതാക്കൾ നിന്നെ. ഓരോ ദിനവും ഓമനിച്ചു നിൻ മാതാപിതാക്കൾ നിന്നെ. സ്നേഹിച്ചു ലാളിച്ചു നിന്നെ വളർത്തി ഇപ്പോഴും നീ എവിടെ. സ്നേഹിച്ചു ലാളിച്ചു നിന്നെ വളർത്തി ഇപ്പോഴും നീ എവിടെ. മകനേ നീ എവിടെ അലയുന്നുവോ. യൗവനകാലം ലോകസുഖത്തിൻ പിൻപേ നീ ഓടിയല്ലോ. യൗവനകാലം ലോകസുഖത്തിൻ പിൻപേ നീ ഓടിയല്ലോ. പാപത്തിൻ ചങ്ങലയാൽ ബന്ധിതനായി ലോകത്തിൽ ഉഴലുന്നല്ലോ. പാപത്തിൻ ചങ്ങലയാൽ ബന്ധിതനായി ലോകത്തിൽ ഉഴലുന്നല്ലോ. മകനേ നീ എവിടെ അലയുന്നുവോ. മടങ്ങി വരൂ നീ തരും സമാധാനം നിൻ ജീവിത
തരും സമാധാനം നിൻ ജീവിത നാളെല്ലാം. നിത്യതയോളം സ്നേഹിച്ച നാഥൻ നിന്നെ വിളിച്ചിടുന്നു. നിത്യതയോളം സ്നേഹിച്ച നാഥൻ നിന്നെ വിളിച്ചിടുന്നു. മകനേ, നീ എവിടെ അലയുന്നുവോ? നിൽക്കൂ ഈ നിമിഷം, ശ്രദ്ധിക്കു മകനെ, തള്ളല്ലേ സ്നേഹമൊഴി. നിൽക്കൂ നീ നിമിഷം, ശ്രദ്ധിക്കു മകനെ, തള്ളല്ലേ സ്നേഹമൊഴി. ഇന്നോ നിന്റെ രക്ഷാദിനമായി തീർക്കൂ, യേശുവിൻ പാതി വരൂ. ഇന്നോ നിന്റെ രക്ഷാദിനമായി തീർക്കൂ, യേശുവിൻ പാതി വരൂ. മകനേ, നീ എവിടെ അലയുന്നുവോ? Thank you.